മൈ ചാനൽ അപ്പൂസ് ആൻഡ് ടിപ്പൂസ് വ്ലോഗ്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഡാഡിയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാഡിയാണെങ്കിൽ മീനയിലൊക്കെ മസാല പിടിപ്പിച്ച് തേച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ കിൻഫിഷ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡാഡി? ഇതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു ആവശ്യത്തിന്, പിന്നെ മസാല എടുത്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാലയാണ്. ഗരം മസാല ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ചില്ലി പൗഡർ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇതൊരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സവോള അരിയണം. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ലെമൺ യൂസ് ചെയ്യാം. ലെമൺ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ സ്പൂൺ നമുക്കൊരു വിനാഗിരി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒരു വിനാഗിരി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഡാഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഡാഡി ആണെങ്കിൽ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീനൊക്കെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അരിയൊക്കെ അവിടെ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ റൈസിനകത്തിടാൻ കുറച്ചുകൂടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് കണ്ടു. ഗൈസ്, അപ്പോൾ പാൻ വെച്ചതിനകത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് പാൻ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് ഇടും അല്ലേ? അപ്പോൾ എന്താ ചെയ്യണം? നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോവാ? ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പീസ് ഫിഷ് എടുത്തുകൊണ്ട് വെക്കാം. ഓൾറെഡി നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടത് ചൂടായിട്ടുണ്ട് എണ്ണ. ഇതിൻ്റെ അകത്ത് 2 പീസ് ഫ്രൈ ആവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം, ഒരെണ്ണം കൂടെ ഒരു പീസ് കൂടെ. അപ്പം അപ്പോൾ 2 പീസ് ഇപ്പോൾ നമ്മൾ വളർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മൊത്തം നല്ലതായിട്ട് വേവിച്ചെടുക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിഷ് വറുത്ത് വെച്ചു. നമ്മൾ നല്ലതായിട്ട് ഡീപ്പ് ഇത് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. നമുക്കിനിയും ബിരിയാണി റൈസിൻ്റെ അകത്ത് വെച്ചത് പിന്നെയും മസാലയൊക്കെ ചേർത്ത് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ഡീപ്പ് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഈ മീൻ വറുത്ത അതേ പാത്രത്തിൽ തന്നെ നമ്മൾ സവോള വഴറ്റാൻ പോവുകയാണ്. സവോളയും പിന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് വഴറ്റി നമ്മളത് മസാല ആക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മസാല മാറ്റിക്കൊണ്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് നമ്മൾ കാണിക്കാം. അപ്പം അടുത്ത നിങ്ങൾ അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അരി റെഡിയാക്കുവാണ്. അപ്പം അരി വെള്ളം വെച്ചു, നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു, ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേ ലീവ്സ് ഒരു 3 ബേ ലീവ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 4 ക്ലോവ്സ്, പിന്നെ ഒരു 4 കാർഡമം, പിന്നെ ഒരു സ്റ്റാർ. ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് കൂടി പോകരുത്. ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ റൈസ് മൊത്തം ഇതാവും. അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരി വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഇത് റൈസ് ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒത്തിരി വെന്ത് പോകാനും പാടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിവിടെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഫിഷും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് അപ്പൂസെ സവോള വഴറ്റി അതിൻ്റെ അകത്ത് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തു. അതും നല്ലതായിട്ട് വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മസാല നമ്മുടെ ബിരിയാണി മസാല ആഡ് ചെയ്തു. അതേപോലെ ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് ഫിഷും കൂടെ ആഡ് ചെയ്യണം. അപ്പം അതിലേക്ക് നമുക്കിനി വരാം. അപ്പം ശരി ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ റൈസ് എല്ലാം റെഡിയാക്കി മസാല എല്ലാം സെറ്റാക്കി നമ്മളിപ്പോൾ ഇത് ദമ്മിടുകയാണ്.
അപ്പം അതിൻ്റെയാണ് ഈ കാഴ്ചകൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൈസൊക്കെ പൊട്ടാതെ നല്ല വൃത്തിക്ക് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദമ്മിട്ട് നമ്മളിനി വിളമ്പം എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ഇതിലോട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മടിച്ച് വെച്ചേക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അത് പൊട്ടിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഒരു പാത്രത്തിൽ വിളമ്പി നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഈ പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു സെക്ഷനുമായിട്ട് പിന്നെ വരാം. അപ്പോൾ ഞങ്ങളെന്നാൽ കഴിക്കട്ടെ. ഓക്കെ, ബൈ. ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.